ചേടാ കറണ്ട് പോയല്ലേ, വെളിയിൽ പോയി കാറ്റ് കൊള്ളാം. ഡേയ് എവിടെ പോണ്ടാ? ഡേയ് ബോറടിക്കണ്ടാ, വീട്ടിൽ കറണ്ടും പോയടേ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് എന്തെങ്കിലും കളിക്കാം. നിനക്കെന്താ കടയിൽ പോയിട്ട് ഒരു ഇത്ര നേരം? എല്ലാരും വിളിച്ചോണ്ടെന്നാ പോരെ. ശരി നീ പോ. പെട്ടെന്ന് കളിക്കാൻ വരുമോ? ഇതിലിപ്പോ 2 മിനിറ്റ് വിളിച്ചിട്ട് വരാം. ശരി ഓടിപ്പോയി. അരുൺ, കിരൺ, വാടാ കളിക്കാം. ഓ വിളിച്ചിട്ട് വാ അങ്ങോട്ട്. നമുക്ക് എന്തിനു കളിക്കാം? സെറ്റിൽ കളിക്കാം. വേണ്ട, ഹൈഡ് ആൻഡ് സീക്ക് മതി. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. എല്ലാവരും സൺഡീസ് കളിച്ചാൽ പോയി. എല്ലാവരും സൺഡീസ് കളിക്കാൻ അറിയോ? കല്ലും ഇതെടുത്ത് ബോൾ എടുത്തോണ്ട് നമ്മൾ 4 പേര് ടീം, നിങ്ങൾ 4 പേര് ടീം. അയ്യോ നോക്കണേ. ഓ അറ്റാക്ക് മതിയില്ല. എന്താടാ ഇവിടെ വന്നിരിക്കണ? വീട്ടിൽ ബോറടിച്ച പനിയത്തി ഇവിടെ വന്നിരുത്തിയണോ. ഓ എന്നാടാ നിന്റെ അമ്മ മലക്കറി ചോദിച്ചു കൊടുത്തേരെ. ഇപ്പൊ കാലിനെങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. നിന്റെ അമ്മേരെ കൊടുത്തു. എന്താ ചേട്ടാ ഒരു ബോൾ പോലും എടുക്കാറുണ്ടേ? പോയാ ബോൾ കിട്ടിയാ പോലെ. നീയൊക്കെ എന്താ ഇങ്ങനെ നിൽക്കണം? ഇവിടെ വന്ന് നിൽക്കണേ, അതുകൊണ്ട് നമ്മൾ വേറെ വല്ലെങ്കിലും കളിക്കാടി. എടാ ഞാൻ അങ്ങനെ അടുത്ത് ബോൾ വെച്ചപ്പോ അങ്ങേര് എന്നെ ഒരുമാരിയൊക്കെ പറഞ്ഞടാ. അതെനിക്കിപ്പോ ഒരുമാരി ആവണ്ടോ. ഡേയ് നീ വന്നാണ്. അങ്ങേർക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു, അത് അറിഞ്ഞൂടാത്തോണ്ടോ. ഹരൺ ചേട്ടനും അഭിചേട്ടനും കൂടെ ഒരു ടൂർണമെൻറ്റിന് പോയി. അപ്പം ടീം തോക്കായിരുന്ന സമയത്ത് ഹരൺ ചേട്ടൻ നിന്ന് അടിച്ച് കളി ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് അവർ 2 ഫൈനൽസിലോട്ട് സെലക്റ്റായി. അപ്പം അവർ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനും പ്രജേഷും കൂടെ കളിക്കാൻ വേണ്ടി വിളിച്ചു. ഫസ്റ്റ് അവർ പറഞ്ഞ് ഞാൻ വരൂല്ലാന്ന്. നമ്മളെങ്ങനെയോ നിർബന്ധിപ്പിച്ച് കളിക്കാൻ വിളിച്ച് അവരെങ്ങനെയോ വന്ന്. അപ്പം സൂര്യ ചേച്ചി ആര്യ ചേച്ചിയും കളിക്കാൻ വന്നു. സൂര്യ ചേച്ചി കണ്ണുപൊത്തി. അപ്പം നമ്മളെല്ലാം കൂടെ ചേർന്ന് വിളിക്കാൻ പോയി. അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഒട്ടമായിട്ട് ഹരൺ ചേട്ടൻ്റെ ചിരി കണ്ടത്. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ഹരൺ ചേട്ടൻ ടെറസിൽ നിന്ന് വീണു. അപ്പോഴാണ് ഹരൺ ചേട്ടൻ്റെ കാല് പൊട്ടിയത്. അത് കഴിഞ്ഞ് ഹരൺ ചേട്ടൻ നമ്മളോട് കളിക്കാൻ വരാറില്ല. ഇപ്പം മനസ്സിലായ ഹരൺ ചേട്ടൻ എന്ത് കളിക്കാൻ വരാത്തത്. ഞാൻ പോയി ആ ചേട്ടനെ വിളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് വല്ല ഇരുന്ന് കളിക്കാം. ചേട്ടാ ഒന്ന് വരോ? എന്താടാ ചേട്ടാ ഒന്ന് ഹരൺ ചേട്ടനെ വിടാമോ? എന്തിനാടാ? അതൊരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു ചേട്ടാ. എങ്ങോട്ട്? അങ്ങോട്ട്. എന്തായാലും ഇവിടെ ഇരിക്കില്ലേ, അമ്മരെന്തിനാ നിന്നെ വിളിക്കണം? അവിടെ പോയി.
ആര്യ ചേച്ചി അന്ന് അറിയാതെ ഹരൺ ചേട്ടനെ തള്ളി ഇപ്പൊ സോറി ചോദിച്ച പോലെ നിങ്ങൾക്ക് ആരടുത്തെങ്കിലും സോറി ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ചോദിക്കും.